അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് നോക്കൂ, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടൈക്കനാലിലെടുത്ത് അതേ ഹോട്ടലിലാണ് നമ്മളുള്ളത്. കടയാണ് ഞങ്ങളുള്ളത്, അതേ റൂമിലാണ് ഉള്ളത്, അതേ കൊച്ചാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. പക്ഷെ നെറ്റിലൊരു പൊട്ടുണ്ട് കേട്ടോ. അതേ അപ്പനാണ്, അതേ കൊച്ചു വീണിട്ട് ആദ്യമായിട്ടൊരു പൊട്ടലുണ്ടായി. തല കൈവച്ചു. അയ്യോ വീണിട്ടില്ല, അപ്പാപ്പേ വീണത്. കാശ് നോക്കൂ, നമ്മൾ ഇന്ന് കൊടൈക്കനാലിന്റെ കറങ്ങാനായിട്ട് ഇറങ്ങുവാണ്. നാളെയാണ് നമ്മൾ മന്നമന്നൂർ പൂമ്പാറ പൂണ്ടി ആ ഭാഗത്തോട്ട് പോകുന്നത്. നാളെ കഴിഞ്ഞു കൂടെ ഉള്ളൂ നമ്മുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ കിടന്ന ഒരു റൂം ഇതാണ്. 2500 എടുത്ത് അത്യാവശ്യം നല്ല സെറ്റപ്പ് റൂമാണ്. എന്നാടാ ഉമ്മ ഉമ്മ അയ്യടാ, രാവിലെ തന്നെ സർക്കസ് ആട്ടോ. അമ്മേ ഉമ്മ കൊടുക്കടാ, ഉമ്മ അച്ചാച്ചിക്ക് ഉമ്മ കൊടുക്കടാ, ഉമ്മ വെല്ലുമ്മയ്ക്ക് ഉമ്മ കൊടുക്കടാ. എന്തൊക്കെയാണോ എന്റെ കൊച്ചു കാണിക്കുന്നത്. സന്തോഷം. കൈസ് ഒരുങ്ങി ഇപ്പൊ ഒന്നുമില്ലാതായി. നിന്റെ ക്യാമറ എടുക്കുന്നില്ല. കൈസ് നോക്കൂ, മൈക്കിലോട്ട് സർക്കസ് ആട്ടാ. പോവല്ലേ പോവാമേ. റൂം പൂട്ടി താക്കോലെടുത്തു. ഓക്കെ അല്ലേ? ഓക്കെ. ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാം. നമ്മൾ ഇതൊന്നും കാണിച്ചു തന്നില്ല. അല്ല, നമ്മൾ വന്നപ്പോൾ ഫുള്ളായിരുന്നു കേട്ടോ. ഫുള്ളായിരുന്നു. ഇതൊക്കെ അടിപൊളി റൂമാണല്ലോ. ഇല്ലടി, ഇതൊന്നും അടുപ്പിച്ചിടാൻ പറ്റിയല്ലോ ബിരിയാണി. ഇവന് വേറെ കാര്യമുണ്ട്. ഇവിടെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഓൺലൈനിലും കുറച്ച് ഓഫ്ലൈനിലും റൂം കിട്ടും. അമ്മ ഇപ്പം തന്നെ വിടാനേ. മമ്മി എന്തിനാ ഇപ്പോഴും ഇട്ടാക്കുന്നത്? തണുപ്പില്ലല്ലോ. നമുക്ക് പോവാലോ. അപ്പനും മൈക്കിളും ഇവിടെ എത്തി. ഈ കാണുന്ന ഇവിടെ നിന്നാണ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനിയിപ്പോൾ ഡിന്നറും കൂടെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായി. ലിബി പറഞ്ഞല്ലോ മഴയാ പപ്പേ, കഴിച്ചിട്ട് പോകും പപ്പേ. എല്ലാരും റൂമിൽ നിന്ന് ഇറങ്ങി. എന്നെ സമ്മതിക്കാം കേട്ടോ. എനിക്കിപ്പം തമിഴ് അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് മലയാളം അറിയാം, ഇംഗ്ലീഷ് പകുതി അറിയാം, ചൈന ലാംഗ്വേജ് കസാക്കിസ്ഥാനിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ ഇവിടെ വന്നാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല ഭക്ഷണം കേട്ടോ, വലിയ കുഴപ്പമില്ല. അവനിപ്പോ ജനലെ പിടിച്ചിരിക്കുന്നത്. അവന് മറ്റേ മെഗലിയുടെ അസുഖമുണ്ട്. അത് കാരണം ലിബിയും അപ്പനും പിന്നെ മീൽസ് പറഞ്ഞു. ഞങ്ങളൊരു ബിരിയാണി പറഞ്ഞു. കഴിച്ചു നോക്കട്ടെ, കൊള്ളാവോ? കഴിച്ചു നോക്കിട്ട് വാങ്ങി. അതിൽ ഇന്നലത്തെ പോലെ ആവും. ആ ബിരിയാണി എത്തി. മഴയുണ്ടോ പുറത്ത്? ചെറുതായിട്ട്. ഞാൻ വിചാരിച്ചല്ലോ ഇവനെ ഈത്തെ പിടിച്ച് നിൽക്കുവോ പാവോന്ന്. പിന്നെ മനസ്സിലായത് പിടിച്ച് കയറാനാണ്. സാപ്പാടിന്റെ കൂടുതലുള്ള മോര്, മീൻകറി, രസം, പയറ്, ഇങ്ങനെയുള്ള ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒറ്റയടിക്ക് എല്ലാ സാധനം വാക്കുള്ളവരൊന്നും ഇത്ര സാധനം ഒരുമിച്ച് തരൂല. കഴിഞ്ഞ 2 ദിവസം ഞാൻ പോരാടിയാണ് ഇവിടുന്ന്. അടിപൊളി സാധനം. രസം എങ്ങനെയുണ്ട്? മുട്ടയില്ലല്ലോ. മുട്ട ഒരാൾക്ക് മേടിച്ചിട്ട് നമുക്ക് ഇന്നലെ താവണ്ട. എങ്ങനെയുണ്ട് നോക്കിട്ട് മേടിച്ചാൽ മതി. നല്ലത്, ചുപ്പുണ്ടാ നല്ലത്. അടിപൊളി. മമ്മി നോക്കിയേ, ഞാൻ പറയട്ടെ അമ്മേ, നമ്മൾ ഇന്നലത്തെ പോലത്തെ പറ്റിച്ച ബിരിയാണി അല്ല. കഴിച്ചു നോക്കിയോ എല്ലാവരും? കഴിച്ചു. നല്ല ബിരിയാണിയാ. നല്ല ബിരിയാണി അല്ലേ? എന്നാ ബിരിയാണി പറഞ്ഞോ. ഇതാ നിങ്ങളുടെ ചാറ് കേട്ടാ. ഈ ചാറ് മാത്രം രസമില്ല. എങ്ങനെയാണ് മമ്മി? എവിടെ ഇങ്ങോട്ട് നോക്കിയ കേറി പോവാന്നേ. എടുത്തോ, അറിയാതെ വന്നല്ല. കൊടുക്കണ്ടോ? കടിച്ചോ കൊടുക്കല്ലേ കടിച്ച് മൊത്തം കൊടുക്കില്ലേ കൊടുക്കില്ലേ. താങ്ക് യു. മീൽസ് കിട്ടി കേട്ടോ. നല്ലിനെ മീൽസ്. നല്ലി മീൽസ് ഇങ്ങനെ കേട്ടോ. 2 ചിക്കൻ ബിരിയാണി. ഫൈനലി ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തി. വണ്ടിയെ കയറാൻ വേണ്ടി പോകണേ. രാവിലെ തന്നെ നല്ല മഴയാട്ടോ. അത്യാവശ്യം നല്ല മഴ. രാവിലെ അല്ല, ഉച്ച. പപ്പ അടച്ചു. അപ്പൻ അടച്ചടാ? അടച്ചു. നീ നല്ല രീതിയിലുള്ള മഴയാണ്. അപ്പൻ്റെ ഒരു പാൻറ് കയറിപ്പോയി. അപ്പനിപ്പോൾ ഇരിക്കുന്നത് ഒരു തുണി ഇട്ടിട്ടാട്ടോ. ഗൈസ് ഫൈനലി ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്.
ആയിരിക്കോ? അല്ല തുണിയുടെ ആയിരിക്കും. ഇതന്നെടാ ഈ ഉച്ചയപ്പം മഴ, ക്ലൈമറ്റ് പടപടേന്ന് പറഞ്ഞ ഇവിടെ മാറുന്നേ. എന്റെ അമ്മാവനാണ് കാലാവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മാവനെ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞു വെയിലില്ല. ശരിയായിരിക്കട്ടോ, വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. ഗൈസ്, ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ലേക്ക് പോവാ, ബോട്ടിങ്ങിന് പോവാന്നുള്ളതാണ്. ഇന്നേ വരെ കൊടൈക്കനാലിൽ വന്നിട്ട് അതിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം മഴയാണെങ്കിൽ പരിപാടി പാളും, മഴ അല്ലെങ്കിൽ ഓക്കെ ആയിരിക്കും അല്ലേ ലിബിയ? പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കാണുന്ന വഴി കൂടെ കേട്ടോ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഇവനെ ഇഷ്ടം പോലെ പുതിയ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട് കേട്ടോ. ഇന്നും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ ലിബിനെ കൊടൈക്കനാലിലെ തിരക്ക്. വീക്കെൻഡ് നാളെ കഴിഞ്ഞൊന്നും വലിയ തിരക്കുണ്ടാകാൻ സാധ്യതയില്ല. എല്ലാരും കൂടി ഇങ്ങ് പോകുന്നു. ജീവിതത്തിലാരും ഇവിടുന്ന് മാത്രം ഭക്ഷണം കഴിച്ചാൽ ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം ലാസ്റ്റ് കഴിക്കാൻ പറ്റാതെ ഞങ്ങൾ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയ ലോക തോൽവി. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്. ഇവിടുത്തെ ഫുഡും കുഴപ്പമില്ല. ഗൈസ്, ഇവിടുന്ന് തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഈ കാണുന്ന റൂട്ടിൽ കൂടെയാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വാഹനം ഓടിച്ചു പോകുന്നത് കേട്ടോ. ലിബി ഉണ്ടല്ലോ, കൊച്ചിന് പാല് മേടിക്കാൻ വേണ്ടി പോവാണ്. കൊച്ചിന് പാലില്ല. കൊച്ചിനിപ്പം കഴിക്കുന്നത് പന്താട്ടോ, മഞ്ഞപ്പോൾ. ഫൈനലി ഞങ്ങൾ അങ്ങനെ ലേക്കിൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റി. ഈ കാണുന്ന ഇതിലെയാണ് നമുക്ക് വാഹനം ഓടിച്ച് പോകേണ്ടത്. പണ്ട് ഞങ്ങൾ ഇഷ്ടം പോലെ ഇതിൻ്റെ അകത്ത് കിടന്നുറങ്ങിയിട്ടുള്ളതാണ്. ആ കിടന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം. നമ്മുടെ റേഡിയേറ്റർ പൊട്ടിയിട്ട് ഇവിടെയാണ് കിടന്ന് കാണിച്ചു തരാം. ആദ്യം വണ്ടി ഇവിടെ നിന്ന് മാറ്റിട്ടോ കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ടുണ്ടല്ലോ എന്നാ തിരക്കാനെ വണ്ടി വെക്കാൻ പോലെ സ്ഥലം നേരെ ഇങ്ങോട്ട് ചിന്തിക്കണ്ട കേട്ടോ. സൂചി കുത്താനുള്ള ഇട കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കോടാ? എനിക്കും തോന്നുന്നില്ല ഇവനെ. എനിക്ക് ഇന്നും കൂടെ അമ്മ ആദ്യമായിട്ടല്ലേ കൊടൈക്കനാൽ കാണുന്നേ? അന്നൊന്നും ഇല്ലാത്ത കുറെ മറ്റേ പൂത്തിരി പോലെ പിന്നെ വെള്ളം തെറിക്കുന്ന പരിപാടിയൊക്കെ വന്നല്ലോടാ. കുറെ സണ്ണൊക്കെ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി കേട്ടോ. ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി. ഞങ്ങളിവിടെ വണ്ടി നിർത്തിയ ഒരു കാരണമുണ്ട്. ഞങ്ങൾ 4 വർഷങ്ങൾക്ക് മുമ്പേ ഈ കാണുന്ന ഈ വീതികളിലൊക്കെയാണ് കിടന്നുറങ്ങിയത്. അന്ന് പൈസ ഇല്ലാതെ ഓടാൻ പറ്റാതെ ഇവിടെ കിടക്കുമായിരുന്നു കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ കുറച്ച് അപ്പുറത്തോടൊക്കെ മാറ്റിയിട്ട് കിടക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ പരിപാടി ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ വണ്ടിയുടെ ഇത് റേഡിയേറ്റർ എല്ലാം പോയത്. അത് ഞാനൊരു കാലിക്കുന്നെ. അതായത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പോലീസുകാരെ 4 ദിവസത്തിൽ കൊണ്ട് ആരും വിളിച്ചോരും വണ്ടി എടുപ്പിക്കും. എന്നെ പോലും ഇല്ല വണ്ടിയില്ലാത്ത. രാത്രി എത്ര പ്രാവശ്യം ഞങ്ങൾ വന്ന് മുട്ടിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം മറ്റേ ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. അത് ഓർക്കാനുള്ള മെയിൻ കാരണം ഇവിടെ സായി സത്യബാബയുടെ ഈ കാണുന്നൊരു പിന്നെ ഇതുണ്ട്. അതായത് ഒരു പിന്നെ എന്തിനു പറയാലും പിന്നെ ഒരു മന്ദിരമല്ല, ഇതിനിപ്പോൾ എന്താ പറയുക, നമ്മളൊരു ധ്യാന കേന്ദ്രം പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങിയതൊക്കെ സംഭവങ്ങൾ. ഇത് ഓർമ്മയുണ്ടോ? നമ്മൾ റേഡിയേറ്ററിന് ഒട്ടി റേഡിയേറ്റർ മാറ്റാൻ പൈസ ഇല്ല. എന്നിട്ട് നമ്മൾ MC വാങ്ങാനും പൈസ ഇല്ല. അവസാനം ആരോടെ കടം മേടിച്ചാണ് MC വാങ്ങിയത്. 3 ദിവസം MC വാങ്ങാൻ പൈസ ഇല്ലാണ്ടത് അവിടെ കിടന്നു. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ കിടന്നു. അന്ന് ഇവിടെ ഒന്നും ഇത്ര കാടും സംഭവം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മമ്മി ആദ്യമായിട്ടല്ലേ അമ്മേ? ഗൈസ് നോക്കൂ, അഭിരാമി എത്രാമത്തെ പ്രാവശ്യം കൊടൈക്കനാൽ വായിൽ നാക്കില്ല പോയായിരുന്നോ? ഗൈസ് നോക്കൂ, അപ്പൻ ഇവിടെയുണ്ട്, അമ്മ ഇവിടെയുണ്ട്. പപ്പ എനിക്ക് വന്ന് 2 3 പ്രാവശ്യം വന്നു. മമ്മി ഇത് ആദ്യത്തെ പ്രാവശ്യമല്ലേ അമ്മ? മമ്മി ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് കൊടൈക്കനാൽ വരുന്നത്. അപ്പൻ ആരെല്ലാം പറ്റിച്ച് വരും അല്ലേ? എത്ര വട്ടം വന്നപ്പാ? അപ്പന് 4ാമത്തെ പ്രാവശ്യമാണ് അപ്പന് വരുന്നത്. ഇതും കൂടെ കൂട്ടിയോ? ഇത് കൂട്ടി 4ാമത്തെ. ഇത് കൂട്ടി 4ാമത്തെയാ ഗൈസ് നോക്കൂ. ഇത് കൂട്ടി അപ്പം 4ാമത്തെയാണ്. ഇനിയിപ്പോൾ അവിടെ ബോട്ടിങ് അതുപോലെ സംഭവങ്ങളുണ്ട് ഗൈസ്. ക്ലൈമറ്റ് ഭയങ്കര മോശമാട്ടോ, ഭയങ്കര ക്ലൗഡി ആയ ഒരു കാലാവസ്ഥ. ഇവിടെ വരുന്നത് ഡിസംബർ മാസത്തിൽ വരണം. ഈ ഹോട്ടലാണ് ഞാൻ റൂം എടുക്കണമെന്ന് വിചാരിച്ചേ. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് തീർന്നുപോയി. എടി സോൾഡ് ഔട്ട് ആയി പോയി. അല്ല കിട്ടിയില്ല, റൂമില്ലായിരുന്നു. ഞാൻ അപ്പനോട് പറഞ്ഞു. അപ്പം അപ്പൻ പറഞ്ഞു എന്നാ നീ അത് തന്നെ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ കിട്ടിയില്ല, സോൾഡ് ഔട്ട് ആയി. പക്ഷേ ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഉണ്ടോ? വേണ്ട. മെമ്മറി കാർഡ് ഉണ്ടോ? മെമ്മറി കാർഡ് ഉണ്ട്. പക്ഷെ എങ്ങനെ സെൻഡ് ആയി കൊടുക്കും? ഇത്രയും നേരം വരെ നോക്കൂ, ഒരു പുള്ളിക്കാരൻ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ തടാകത്തിൽ മീനുണ്ട്. മീനെ പിടിക്കാൻ സമ്മതിക്കൂലല്ലോ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലടാ. നീ വേണ്ടിക്ക് എന്തെങ്കിലും കേതിക്കുന്നു. 300 രൂപയുടെ വാച്ചാട്ടോ. 300 രൂപയ്ക്ക് 300 രൂപ വെറും 300 രൂപ. 300 രൂപ മാത്രം. 300 രൂപ ഇത് നമ്മൾ ഇരുട്ടീന്ന് മേടിച്ചാൽ. ഗൈസ് നോക്കൂ, 300 ഇല്ല, 280 രൂപ. 20 രൂപ കുറവാ. ഈ വാച്ച് അഭിരാമിക്ക് മേടിച്ചെടുത്ത വാച്ച് കണ്ടോ? പപ്പയ്ക്ക് എത്ര വാച്ച് മേടിച്ചു തന്നു? എല്ലാം എന്തിയെ അത് മിക്കാറും അപ്പന്റെ കൂട്ടുകാരെടുത്ത് കാണും. യുക്കെ കൊണ്ട് 1 2 3 4 ബാച്ച്. ഇത് 5ാമത്തെ ബാച്ച്. 4 ബാച്ചും വീട്ടിരിപ്പുണ്ട്. ആണോ? നമുക്ക് കറങ്ങാം. നമുക്ക് നടന്ന് കറങ്ങാം. നോക്കൂ, അന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കാശില്ലാതെ എണ്ടിത്തിരിഞ്ഞ് കാണുന്ന സ്ഥലമാണ് ഞാനും ലിബിനും. ഇത് ദൈവത്തിനോട് ഒരുപാട് നന്ദി. കാരണം
അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പല വണ്ടികൾ കൊണ്ട് വരാൻ പറ്റി. ഞങ്ങൾ നിന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ അങ്ങനെ വാഹനം എടുക്കട്ടെ. ഈ കാണുന്ന ഇതിലാണ് ഞങ്ങൾ പോണത്. ഇവിടുന്ന് നടന്നായിരുന്നു നമ്മൾ അന്ന് അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടിരുന്നത്. ഇവിടെ ഏറ്റവും ചെറിയ പൈസക്ക് ഭക്ഷണം എവിടെയുള്ളൂ അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അന്ന് തപ്പിയതാ. അതെ, അങ്ങനെയൊക്കെ അവിടെ അങ്ങ് ദൂരത്തൊക്കെ പോയായിരുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച്. ഞാൻ എല്ലാം ഓർക്കുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ഒതുക്കിയിടും, പിന്നെ അങ്ങോട്ടൊക്കെ കയറ്റിയിടും. പോലീസുകാരൊക്കെ രാത്രി പേടിച്ചിട്ട് അല്ലെ വണ്ടി എടുത്തോണ്ട് പോകാൻ പറയും. അത് ഇതാടി, അത് മറ്റേ ഇതല്ലേടി ശംഖുപൂവല്ല, അത് പ്ലാസ്റ്റിക് അവരാമി. അല്ലല്ല പൂവാ അത്. ആണോ? ഗൈസ് നോക്കൂ, നമ്മള് ഇത് കണ്ടോ? ഏതാ? അതാ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഇതിലെങ്ങനെ ഫ്രണ്ടിലേക്ക് പെതിയ വണ്ടി ഓടിച്ച് സമാധാനത്തില് വളരെ സന്തോഷത്തിൽ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് അപ്പം തെറി പറയും, അത് ഞങ്ങൾ കേൾക്കും. അല്ലേ ലിവിന? അത് ഞങ്ങൾ കട്ട് ചെയ്യും അല്ലേ? ഞങ്ങളുടെ അടുത്ത ബുദ്ധി. ഗൈസ് ഞങ്ങളുടെ അടുത്ത കളി. അപ്പൊ സൈക്കിൾ വേണോ അപ്പൊ ചവിട്ടാൻ? കോണ് വേണോ തിന്നാൻ? എല്ലാവർക്കും കോണം. ഇത് വേണോ? ഇത് കണ്ടിച്ചത് വേണോ? ഗൈസ് പുഴുങ്ങിയത് വേണോ അല്ല മറ്റേ കണ്ടിച്ചത് വേണോ? ഏതാ വേണ്ടേ? ഫാമിലി ട്രിപ്പിന്റെ അർത്ഥം നീ മനസ്സിലാക്കണം. ഒന്ന് ഫുഡ്, ഒന്ന് കിടപ്പ്, ഒന്ന് ഗൂഗിൾ പേ എടുക്കാ. ഗൂഗിൾ പേ കാശില്ല, ഗൂഗിൾ പേ. എന്ത് രസമാണെന്നറിയോ? പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ്, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് കല്യാണം കഴിച്ചു വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ബോട്ടിൽ കയറാം. ഒരാൾ എത്ര ബോട്ടിൽ കയറും? പിന്നെ ഏതൊക്കെ ബോട്ട് എവിടെ ഉള്ളത്? ഞങ്ങക്ക് വെടിവെക്കാം. വാ, നല്ല വെടിവെപ്പ്. ഞാൻ വെടിവെക്കാൻ പോവാട്ടോ. അപ്പം വരുന്നുണ്ടോ വെടിവെക്കാൻ? ആണോ? എന്നാ വാ, കമാൻ. ഞങ്ങൾ വെടിവെക്കാൻ പോട്ടോ. ഇറങ്ങടാ ലിവിനെ വെടിവെക്കാൻ. നീ വെടിവെക്കുന്നുണ്ടോ? ഞാൻ വെടിവെക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് എത്രയാണ് വെടിവെക്ക് ഇറങ്ങിയേക്കണേ? കുഞ്ഞുമോൻ വെടിവെപ്പ് വീരൻ കുഞ്ഞുമോൻ വെടിവെപ്പിന് അപ്പൊ ഉസ്താദാ വെക്കപ്പാ. അപ്പൊ തോക്ക് പിടിക്കാൻ പോലും മോനെ മാറി നിന്നോ കേട്ടോ. അങ്ങനെ എങ്ങനെ പിടിക്കുന്നത്? പൊട്ടിക്ക്, ഇത് പൊട്ടിച്ചു കൊടുക്ക്. ഇല്ല, ഒരെണ്ണത്തിൽ കൊണ്ട്. അപ്പൊ അവിടെ വണ്ടി ഉണ്ടോ? വണ്ടിക്കെട്ടി കൊള്ളല്ലേ? നീ എന്താ അടിക്കടി? അപ്പൊ നല്ല വെടിവെപ്പ് എവിടെ? വാ അമ്മ, അപ്പം വെടിവെക്കുവാ നോക്കട്ടെ. ഞാൻ കറക്റ്റ് വെച്ച് കാണിച്ചു. അപ്പേ ഇത് പിടി. കൊച്ചിനെ വെക്കരുത് കേട്ടോ. അപ്പൊ വണ്ടിയുടെ ഗ്ലാസ്സിലൊന്നും കൊള്ളല്ലേ? ഇത് അയാൾക്കിട്ട് കൊള്ളല്ലേ? ചേട്ടാ മാറി നിന്നോ. പൊട്ടിച്ചേ. പൊട്ടോളാം ഇല്ല. ഗൈസ് നോക്കൂ, ഇപ്പൊ 2 വെടി വെച്ചു. 12 വെടിക്കാണ് 100 രൂപ. ഇനി ഞാൻ അടുത്ത വെടി വെക്കാൻ പോട്ടോ. ഒരു ഐസ് പോട്ടി ഇവനിട്ട് ഞാൻ വെക്കാം. അപ്പൊ ഞാനൊന്ന് വെടി വെച്ച് നോക്കട്ടെ. അപ്പൻ ഒറ്റയ്ക്ക് വെടി വെക്കാതെ ഞാനും വെക്കട്ടെ. എന്തൊരു കഷ്ടം ഇത്. ഒന്നി പഴിച്ചാൽ 3. പുള്ളിക്കിട്ടും ഉണ്ടാക്കില്ലേ? അവിടെ വണ്ടിയുടെ ഗ്ലാസ് ഉണ്ട്. കൊടുക്കപ്പേ, പൊട്ടിക്ക് വെപ്പേ, പൊട്ടിക്കേ. വാ, ഇനി ഞാൻ കാണിച്ചു തരാം മകൻ എങ്ങനെ വെടി വെക്കുന്നത് കാണിച്ചാ. പോകാതെ ഐസ് നോക്കൂ, ഞാനിപ്പോ കറക്റ്റ് വെടി വെക്കും. നിനക്ക് വെക്കണോ? എനിക്ക് വെക്കണ്ടേ ഐസ്? ഞാൻ ചൈനയിൽ നിന്ന് വെടി വെക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയുണ്ട് അല്ലേ ഐസ്? ഞങ്ങള് அப்படியா? ஏதாவது கொள்ளுவோ அவனு. നീ എല്ലാരും അമ്മ വെച്ചമ്മ, അമ്മ നോക്ക്. സാധനം കൊള്ളാം കേട്ടോ. നിനക്ക് കൊണ്ടില്ലല്ലോ? ഒരെണ്ണം കൂടെ ഞാൻ ലാസ്റ്റ് ഞാൻ വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. മമ്മി അല്ലെ 2 വെക്കട്ടെ ഞാൻ. പപ്പ എത്ര 3 വെച്ചു? ഇപ്പൊ എത്രയായി? പപ്പ എത്ര വെച്ചു? എന്താ ആള് 3? 1. ആദ്യം 1, ഇപ്പൊ 1, 2, 5. அப்படியா? அடி நீங்க 6 சொல்லிட்டேனா, நீங்க 5 போட்டுட்டேன். പൊട്ടിച്ചടാ. ഇപ്പൊ 6 പൊട്ടിച്ചടി. ഞാൻ വെടിവെച്ച് പൊട്ടിച്ചടി. അടുത്ത് പോടുങ്ക. അപ്പൊ ഞാൻ വെടിവെച്ചിട്ടുണ്ടോ? പോടുങ്ക. മാറ്. മമ്മിക്ക് വെടി വെക്കണോ? പെണ്ണുങ്ങൾ വെടി വെക്കണ്ട, മറിക്ക്. ആണുങ്ങൾ വെടി വെക്കട്ടെ. போடுங்க. അടിങ്കോ ഇല്ലല്ലോ. ഇതിപ്പോ 7ആയി. മൈക്കിളെ വെടി വെക്കണോ? ഇതിപ്പോ 7ആയി കേട്ടോ. എണീറ്റ് വന്നിരിക്കുക. അമ്മ വെച്ചോ. അമ്മ കറക്റ്റ് വെക്കണേ. പുള്ളിയുടെ അവിടെ ഒന്നും കൊണ്ടാക്കില്ല കേട്ടോ. എടി മാറിക്ക. 2 കണ്ണ് വേണേ മാറിയെന്നു. ഇങ്ങോട്ട് മാറിക്ക വരാമി. മമ്മിയാ വെക്കുന്നേ. ഇതിലെ പിടിച്ച് ഞെക്കണ്ട കേട്ടോ.
ഇവിടെ കേട്ടോ വെടി വെക്കണേ. മാറിക്കോ. മമ്മി വെടി വെക്കാൻ പോവാണ്. പൊട്ടിക്കോ മമ്മി. പൊട്ടിക്ക. അപ്പനെ മനസ്സിൽ ഓർത്ത് പൊട്ടിക്കേ. പറഞ്ഞു ഇട്ട് കൊടുക്കേ. ഇതിപ്പോ എട്ടായില്ലേ അവനെ? എട്ടല്ലേ? എട്ടായിട്ടാ? 12 വെടിയല്ലേ? ഇപ്പൊ എട്ടായില്ലേ? പാവം പയ്യൻ കേട്ടോ. ഇത് 9ാമത്തെ. പോടുങ്ങന്ന്. ഇത് 9ാമത്തെ. ഗൈസ് എടാ ഇവിടെയും വെടി വെക്കാം കേട്ടോ. അത്ത ഇട്ടാക്കുന്നതില് ടീങ്കോ പൊട്ടിക്കോ പപ്പ. ആ ഇതില്ലേ പപ്പ, ഇത് കറക്റ്റാ ബലൂണ്ട് അവിടെ വന്ന് അടിച്ചോണം. അടി 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 പോടുങ്ക. ആ അപ്പന് പറ്റൂലപ്പ. അപ്പനെ കൊണ്ട് നടന്നില്ലല്ലോ. അടിപൊളി. ഇനി ആരാ? ഇത് 10ാമത്തെ കേട്ടാ. ഇനി അഭിരാമിയാണ്. അഭിരാമിയുടെ ഫോട്ടോ എടുക്കാം. ചെറിയ പൊങ്ങിയാട്ടോ. അല്ല കിടന്നുറങ്ങാൻ പറ്റില്ല. അഭിരാമി വെടി വെക്കുന്ന ഒരു വീഡിയോ എടുക്കാം. അഭിരാമി എനിക്കിട്ട് വെച്ചാക്കല്ലോ കേട്ടോ. പോടുങ്ക. ഇല്ല എവിടെ കൊണ്ട്? അയ്യോ ഇനി 2 കൂടെ പോടാ. എത്ര എണ്ണം പറ്റും? ഇനി 2 കൂടെ. 2 കൂടെ ഉള്ളു കേട്ടോ. മര്യാദക്ക് വെടി വെച്ചോ. അതിനാ എല്ലാവർക്കും മൂത്തോ? പൊട്ടിക്ക. കറക്റ്റ് കൊള്ളണം അഭിരാമി. ഇത് കൊണ്ടാ നീ രക്ഷപ്പെട്ടു. ഇത് കൊണ്ട് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ മക്ഡൊണാൾഡ്സ് മേടിച്ചു തരാം. പൊട്ടിക്കട്ടെ. ലാസ്റ്റ് 12 ആണോ? അതിനെ മേടിക്കാലോ. എന്നാ അപ്പൊ അവനെ പോവാ. എവിടെ പോവാ? അവസാനത്തെ പോടുങ്ക. അവസാനത്തെ പൊട്ടിക്കടി. പൊട്ടിക്ക്. മൈക്കിളെ അമ്മ വെടി വെക്കുന്നു. 2 കൊള്ളിച്ചോ? മമ്മിക്ക് വെക്കണം. ഇനി ഒരു റൗണ്ട് കഴിഞ്ഞു. അടുത്ത റൗണ്ടിൽ പിടിക്കുവാണ്. അഭിരാമി 2 പൊട്ടിച്ചു. ഞാൻ 1 പൊട്ടിച്ചു. ഇവിടെ ഇല്ല. പാവം കൊച്ചിനെ സമ്മതിക്കും കണ്ടു. ഇത് പൊക്കാൻ പോലും ഒന്നും പറ്റുന്നില്ല. ഗൈസിനെ അടുത്ത ലിബിയാണ് വെടി വെക്കുന്നത്. അപ്പൻ 2 വെടി വെച്ചിട്ട് ഇതേ നോക്കിയേ. നീ ഒന്ന് എന്നെ വെടി വെക്കാൻ പഠിപ്പിക്കണ്ടെന്നത് ഛർദിയാ. അപ്പനവിടെ വാളാ കേട്ടോ. ലിബിന് ഇതാ കറക്റ്റ് പൊട്ടിക്കുന്നു. പിടിച്ച 1 മുഖം നോക്കിയേ. വെടി വെക്കാൻ അറിയാം എനിക്ക്. നീ ആരെങ്കിലും പോടുങ്ക. ഇനി വെക്കൂല. അല്ല 1 കൂടെ വെക്കടാ. അല്ല അടുത്ത റൗണ്ട് എടുത്തു. അപ്പൊ ലിബിന് ആദ്യം തന്നെ പൊട്ടിച്ചു. അപ്പൊ കോമഡി കേസായിട്ട് അല്ല നീ 1 കൂടെ പൊട്ടി. കളിക്കില്ല. അങ്ങനെയോ കൊണ്ടാ. പപ്പയ്ക്ക് ഇത് കറക്റ്റ് അറിയത്തില്ലാത്തോണ്ടാ. പപ്പേ കറക്റ്റ് പൊളിക്കൂ. പപ്പേ കൊടുക്ക. റിസോർട്ടിൽ നിന്ന് ഒരു കാർച്ച് കേട്ടോ അമ്മേന്ന്. ഇങ്ങോട്ട് വാ. മൊട്ടത്തലയ്ക്ക് ഉള്ളു. ഗൈസ് നോക്ക്. അടുത്ത കിട്ടുവോ? കൊച്ചിനെ പിടിച്ചോ. കണ്ടപ്പോ എല്ലാരും എന്റെ കൊച്ചിനെ വിട്ടു കേട്ടോ. പാവം അവനൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നെ കാണിക്കുന്നെന്നുള്ള. മമ്മി കറക്റ്റ് വെക്കണേ. മമ്മി തന്നെ കാണിക്കുന്നേ. മമ്മി ഇത് നമ്മൾ കപ്പ ഇളക്കാൻ വേണ്ടി കോലെടുക്കുമല്ല. മമ്മി അതിലും വലിയ കേസ് കേട്ടാ. അമ്മ ഓട്ടയ്ക്കകത്ത് നോക്കി കൊടുക്കുമ്പോ കോളിന്റെ അകത്തൂടെ ആ നേരെ ബിന്ദുവിൽ ആ കാണുന്ന മറ്റേ ഇതിലേക്ക് അടിക്കും. അമ്മക്ക് ഇഷ്ടമുള്ള അടിക്കട്ടെ. അപ്പം മാത്രമേ ഇനിയുണ്ട്. പപ്പയ്ക്ക് പറ്റോ നോക്കിയേ. മമ്മി പൊട്ടിച്ചോ? മമ്മി ഈ കേസിലൊക്കെ വലിയ ആളാ. പൊട്ടിയോ? പപ്പ പിടിച്ച് നോക്കി അറിയാതൊരു ബലൂൺ പൊട്ടി. അവരുടെ പൊട്ടി. നാളെ കേട്ടാ. നാളെ അടുത്ത് പൊട്ടിക്കും. ഇത് 5ാമത്തെ. ഓക്കെ ആരെയും അടുത്ത് പൊട്ടിക്കുന്നേ? ഞാൻ പൊട്ടിക്കാം. പപ്പ പൊട്ടിക്കുന്ന 1 കൂടെ. ഗൈസ് നോക്കൂ. ഞാന് 1 കൂടെ പൊട്ടിച്ചോട്ടെ പ്ലീസ്. പൊട്ടിച്ചോ. പൊട്ടിക്കോ. പൊട്ടിയോ അവനെ. ഇത് 5ആയി. ഞാൻ മിടുക്കനാടാ. പണ്ടത്തെ വലിയ വെടിക്കാരനായിരുന്നു.
6 ആയതേ ഉള്ളൂ. ഇനി 6 കൂടെ പൊട്ടിക്കണം. പപ്പയ്ക്ക് വേണോ 6 കൂടെ? എന്നാ പൊട്ടിക്ക്. ഇനിയിപ്പോ എല്ലാവരും കൂടെ പൊട്ടിക്കണം കേട്ടോ. നിനക്ക് പൊട്ടിക്കണോടി? പപ്പേ, ഈ ഹോളില്ലേ, ഈ ഹോളിന്റെ അകത്തൂടെ ഇത് കണ്ടോ, ഇതും കൂടെ നേരെ നോക്കിയിട്ട് ഒരു ബലൂൺ അവിടെ വെക്ക. പൊട്ടിച്ചോ. പൊട്ടിയില്ലപ്പാ, മിക്കവാറും അപ്പുറത്തുനിന്ന് ഒരു കന്നാലി വെച്ചിരുന്നതാണ്. കന്നാലിയുടെ കാശ് ഒരാളുടെ അമ്മക്ക് ഇനിയും പൊട്ടിക്കണോ? അടിപൊളി. ഇത് പൊട്ടിയത് മാത്രമല്ല. 7. ഓക്കെ ഓക്കെ, പൊട്ടിക്ക്. ഓക്കെ ഓക്കെ. അടുത്ത് പിന്നെ ഞാൻ ക്യാമറ എടുത്ത് വെച്ചോക്കുവാണ്. ക്യാമറ നല്ല മഴ തന്നെ പൊട്ടിക്ക. കൊള്ളുവാടി? കൊള്ളും. പാളിപ്പോണേ. പറഞ്ഞാണല്ലോ പൊട്ടിക്കട്ടെ. ഞാൻ പൊട്ടിച്ചളഞ്ഞല്ലേ. ആയിക്കോട്ടെ. നീ കറക്റ്റ് പൊട്ടിക്കോ നോക്കട്ടെ. പൊട്ടുവോടി? കൊണ്ടോ? നീ ഇപ്പൊ എത്ര പൊട്ടിച്ചു? അമ്മയ്ക്ക് പൊട്ടിക്കണോ? എത്ര തമ്പി? ഇപ്പൊ എത്ര അയച്ചു? 10. 2 എടുക്ക. ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കടി. കൊടുക്ക. മൈക്കിളിങ് വാ. അപ്പൊ മൈക്കിളിനെ പിടിച്ചപ്പേ പൊട്ടി. വീടെവിടെയാ? എറണാകുളം. എത്ര ദിവസം പരിപാടിയാ? നാളെ പോകും. പൂമ്പാറ പോവോ? പൊട്ടിക്കമ്മേ. പൊട്ടിയില്ലമ്മേ. ഉണ്ടോ? ഇതിപ്പോ എത്ര? 11. ഓക്കെ, 2 ഇനി അടുത്ത പൊട്ടിക്ക. ഇനി കഴിഞ്ഞോ? 2 കൂടെ ഉണ്ട്. 2 കൂടി ഇട്ടാ പരിപാടി കഴിഞ്ഞു. അമ്മയ്ക്ക് കൊടുത്തില്ല? അമ്മ പൊട്ടി. നിനക്ക് പറ്റുന്ന പോലെ നീ പൊട്ടിക്ക്. പാവം എന്റെ അപ്പന് ഒന്നും പറ്റാതെ പോയി. പപ്പ ഒരെണ്ണെങ്കിലും വെക്കുന്നു. അപ്പന് വെടിവാരിപ്പോ ഒന്ന് കൊണ്ടവനെ. വെടിവാരിപ്പോ ഒന്ന് കൊണ്ടു. ആണോ? ഓടുക. പൊട്ടിയില്ല. ഇനി ഒന്നും കൂടി ഒരെണ്ണം അത് ഞാൻ പൊട്ടിക്കാം. നീ പൊട്ടിക്കുന്നോ? ഞാനല്ല, നീ പൊട്ടിച്ച. ലിവിനാണ് കള്ളനാട്ടോ. ഒരെണ്ണം 40 പൊട്ടി. പിന്നെ അനങ്ങാതെ നാറരുത്, മാറി നിക്കണം. അതെ. പൊട്ടിച്ചോ. ആര് തരും? കാശുണ്ടോ? വേണ്ട, നഷ്ടം എനിക്ക് തന്നെയാ. പപ്പ ചതിച്ചു. 200 രൂപ പോയി. കൊടുക്ക. 200 രൂപ കൊടുക്ക. ആരാന്നിട്ട് കൊടുക്ക. എടുത്തു കൊടുക്ക. എന്റെ ഫോണിൽ നിന്ന് എടുത്തു കൊടുക്ക. അവരാമി ഫൈനലി എല്ലാരും വെടി വെച്ചു കേട്ടോ. മമ്മി നിയമം തെറ്റിച്ചു. ഇവിടെ എത്തി. പപ്പ ഇവിടെ വിരിച്ചോട്ടോ ഇരിക്കാൻ വേണ്ടി. പപ്പയുടെ അടുത്ത നിക്കറ് പോകല്ലോ. കൈസ് നല്ല രീതിയിലുള്ള മഴയായിട്ടോ. ഞങ്ങൾ നന്നായിട്ട് വെടി വെച്ചോണ്ടിരുന്നതാണ്. പപ്പ മമ്മി മഴ നനയുന്നു. പാവം ഉണ്ട് പപ്പ. എന്നെ പരിപാടി അപ്പ കാണിച്ച പാവം മമ്മീനെ കയറ്റില്ല. മമ്മീനെ കയറ്റില്ല. അപ്പന്റെ വെടി മാറിക്കൊണ്ടുവരണം. പൊട്ടിയില്ല. ഇറങ്ങിപ്പോ എന്നെ പറഞ്ഞ മോനെ നീ വല്ല അറിഞ്ഞോ? ആര്? ഈ കൊച്ചു നൂഡിൽസ് കഴിക്കുന്ന കണ്ടിട്ട് മൈക്കിൾ ഇപ്പൊ അത് വേണം. അതാണ് സംഭവം. മേടിച്ചു തരാടാ. മൈക്കിൾ മേടിച്ചു തരാം കേട്ടോ. നൂഡിൽസ് മേടിച്ചു തരാം. 3 നൂഡിൽസ് മേടിച്ചു തരും. ഒന്ന് അപ്പാപ്പിക്ക്, ഒന്ന് അപ്പന്, ഒന്ന് വല്യപ്പന്. വേറെ മേടിച്ചു തരാം കുട്ടാ. മഴയാട്ടോ. നമ്മളെവിടെ ചെന്നാലും പണി പാളിക്കുന്നത്. കാരണം നമ്മൾ വിചാരിച്ചുള്ള കാര്യങ്ങൾ നടക്കുകയല്ലോ. നോക്കിയാ പോടാ. ഫ്രണ്ടിലേക്ക് പോലെ പിന്നെ കൊണ്ടോട്ട് പോവാം. ഗൈസ് നോക്കൂ, ഞങ്ങള് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇനി നമുക്ക് നൂഡിൽസ് കട, ഇനി കോണ് അതൊക്കെ മേടിക്കണം. ശരിക്കും വന്നത് നമ്മൾ ഇപ്പോഴൊക്കെ അല്ലേ റിലാക്സ് ആയിട്ട് വീഡിയോ എടുക്കും. സത്യം. മറ്റേ വണ്ടി ഉണ്ട്, നമ്മൾ പാർക്കിംഗ് വിഷയമല്ലേ. പാർക്കിംഗ് അവിടെ ഇടൂല, പോലീസുകാരുടെ ദുരിതം. ഇപ്പോഴാണ് നമ്മൾ റിലാക്സ് മൊത്തം ഞങ്ങളുടെ തന്തയ്ക്ക് വിളിക്കാം. കാറാകുമ്പോൾ വരുന്നത് അവിടെ എല്ലാം പണി പാളിയിലോടാ. ലിബിന് ഫുള്ള് മഴയല്ലേ. ജമ്പിങ് ഉണ്ടോ? മറ്റേ വെള്ളം ജമ്പ് ചെയ്യുന്നത്. നമുക്ക് വാട്ടർ ജമ്പ് കയറിയല്ലോ. പക്ഷെ ഈ മഴയത്തിന് എങ്ങനെ ആരും കയറുന്നില്ലല്ലോ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് കയറണം. നമ്മള് ബുദ്ധിയല്ലേ ഗൈസ്. ഇതില് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കയറണം കേട്ടോ. ഈ സാധനം കയറാണ് മസ്റ്റാ. മഴ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേറേണ്ട ഒരു സാധനം. കഴിഞ്ഞ മഴ മാറിയിട്ട് കയറിയാ മഴ മാറിയിട്ട് കയറിയാൽ മതി. കഴിഞ്ഞ വർഷം നമുക്ക് കയറാൻ പറ്റിയില്ല. നമ്മുടെ പൈസയൊന്നും ഇല്ല. പൈസ ഇല്ല. ഈ പക്ഷെ നമ്മളൊക്കെ കണ്ട് കൊതി വിട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണം ജിലേബി ലഡു? ലഡു ഇത് ജിലേബി അല്ലടാ, ഇത് കോണ്. കോണ് നമുക്ക് മേടിക്കാം. കോണ് വേണം അമ്മേ. ആർക്കൊക്കെ കോണ് വേണം? സുശീല രമണി കൈവക്കൂ. കോല് വേണം. എന്റെ കയ്യിലുണ്ട്. പല്ലേ കൊത്തി. ഫൈനലി വണ്ടി കുറച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അപ്പൻ അതിന്റെ ഫോട്ടോ എടുക്കും കേട്ടോ. ഫോട്ടോ ഒന്നും മാറിപ്പോയല്ലോ. അടി കിട്ടും. അപ്പം മാറി വെടി വെച്ച ആളാ. അതെ.
വാ വാ പണി ഹാളിപ്പോ എന്നാ പാവാടപ്പൂവ്. ആ കഴിച്ച് നോക്കൂ. മൈക്കിളിന് മാഗി വേണം. അപ്പോൾ ആ കൊച്ചു നിന്ന് കണ്ടപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര കാർച്ച. മാഗി പുള്ളക്ക് മൈക്കിളിന് പുള്ളക്ക് ഒരു മാഗി കൊടുങ്കേ. ആദ്യമായിട്ട് കൊച്ചിൻ്റെ നെറ്റി പൊട്ടി കേട്ടോ. തോട്ട് സ്പൈസി എന്നല്ലേ നീ പറഞ്ഞേ? പപ്പ ഇതെന്നാ ഇപ്പം പരിപാടി? ഇതെന്നാ കിട്ടിയോ? പപ്പ വീഡിയോ എടുത്തേ, ഫോട്ടോയല്ല. ഇത് എത്ര വേണം? ഇതെത്ര വേണം? ആർക്ക് വേണം? പപ്പയ്ക്ക് വേണോ? കോണ് വേണ്ട, അമ്മയ്ക്ക് വേണം, ലിപിക്ക് വേണ്ട, അഭിരാമിക്ക് വേണം. 3 അക്കം 4 കൊടുங்க. എന്നാൽ 3 കൊടുங்க. ഇതെത്ര പേർക്ക്? 3 കൊടുங்க. ഗൈസ് നോക്കൂ, 3 മതി. 1 2 മൈക്കിളിനൊന്ന് ഒരടി. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഓരോരുത്തരായി നല്ല സൂപ്പർ സാധനം കേട്ടോ. ഇത് പുഴുങ്ങിയതാണ് നല്ലത്, മറ്റേ അത്ര പോരാ കേട്ടോ. ആ ഒരെണ്ണത്തേൽ അമ്മയ്ക്കും വേണ്ട. അപ്പോൾ ഒരെണ്ണത്തെ മസാല തേച്ചാൽ മതി. അക്ക ഈ കാണുന്ന ഇതിൽ ചുട്ടതാണ് അത്ര സെറ്റപ്പ് ഉണ്ടാവില്ല. മറ്റേ ഈ പുഴുങ്ങിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. കണ്ട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അല്ലേ? ഇതാണ് വാട്ടർ ലില്ലി. ഗൈസ് നല്ല സാധനം കേട്ടോ. ഇങ്ങനെ കഴിക്കണ്ടേ ഗൈസ്? ആണ് കൊള്ളാം കേട്ടോ. മയക്കിനുള്ള മാഗി റെഡിയാക്കുന്നുണ്ട്. ആ കൊച്ചു കഴിക്കുന്ന പോലെ പാവം കിടന്ന് പറയുന്ന കേട്ടോ. കാണുന്ന കോണ് തിന്നാ പൊള്ളൂന്ന് പറഞ്ഞാൽ അവനെ അടിച്ചു. അടിച്ചില്ല, ഞാൻ ഒഴിഞ്ഞു മാറി. അടിച്ചില്ല. കൊടുക്കണേ എൻ്റെ കൊച്ചിനാ. പപ്പ ഇന്നലെ വരെ കഴിച്ചോളൂ, പിന്നെ ഇന്ന് വേണ്ടാത്ത വേണ്ടെന്ന് പറയണമെന്ന്. അതിനപ്പ എനിക്ക് വേണ്ട ഫുഡ് പിടിച്ചില്ല. ഉച്ചക്കച്ചോ അതാ പറഞ്ഞ ഇപ്പം കഴിച്ചു, നമ്മൾ വന്നപ്പം കഴിച്ച ഫുഡ് പിടിച്ചില്ല. അതിന് ചോറ് കഴിക്കാൻ പറ്റാഞ്ഞോ? എങ്ങനെയുണ്ടമ്മേ? ഇഷ്ടപ്പെട്ടോ അമ്മേ? അടിപൊളി കോണോ. ഈ സാധനം കഴിക്കാൻ വേണ്ടി നല്ല രസമാണോ? സോഡ ഉണ്ട്, പിന്നെ സോഡ വേണം. തണുപ്പത്താണ് ഇത് ഏറ്റവും ടേസ്റ്റ്. ഓ, ഞാനും ടിപ്പിന് വന്ന ആദ്യം ഓമിനുണ്ട് ഹിമാലയത്തിൽ നിന്ന് മറ്റേ അഡൽട്ടാണിൽ അവിടെ പോയതാ. അവിടുന്ന് ഈ സാധനം തിന്നാൻ കൊതിക്കും. അമ്മായി തണുപ്പല്ലേ സാധനം കിട്ടിയപ്പോണ്ടല്ലോ, ആകെ ചൂടി കിട്ടുന്ന ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. അവിടെ ഇതിന് ഒടുക്കത്തെ ടേസ്റ്റുവാ. എല്ലാം തണുപ്പുള്ള സ്ഥലത്ത് ഇതൊണ്ടവനെ ശരീരം ഇത് ചൂടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതുണ്ട് കേട്ടോ. മൈക്കിളിന് കുറെ നേരം വാരി കൊടുത്തു. മൈക്കിൾ കുറെ നേരം ശ്രമിച്ചു. ലാസ്റ്റ് തന്നെ ചെയ്തു. ലാസ്റ്റ് എല്ലാവരും മറ്റേ കയ്യിലോട്ട് നോക്കി അമ്മ വലുത് പിടിച്ചു വാങ്ങി ഇങ്ങോട്ട്. അവൻ തന്നെ സ്വന്തം പിടിച്ചു വാങ്ങി അവൻ തന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. എപ്പടി ഇറക്കടാ, സൂപ്പറാ ഇറക്കുമാ. ഓ, വമ്പം കടി കേട്ടോ. പക്ഷെ കിട്ടുന്നില്ല ആശാന്, പാപം. എന്നാലും ആദ്യമായിട്ട് അവൻ്റെ നെറ്റ് പൊട്ടിയില്ലോടി. ആണോ? ഉള്ള അങ്ങനെ നൂഡിൽസ് ആയിട്ടോ. ഇത് ഈ കാണുന്നതാണ് മൈക്കിൾ നൂഡിൽസ്. എന്നാ മൈക്കിൾ ഇഷ്ടപ്പെടുവോ? അത് നീ എങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി, കണ്ടു കൊടുക്കുക. എങ്ങനെയുണ്ട്? ആദ്യം അമ്മ ടെസ്റ്റ് ചെയ്യും. ഭർത്താവിന് നമ്മൾ ടെസ്റ്റ് ചെയ്താണല്ലോ. ഇതോ? അത് സ്നേഹം. വിത്തൗട്ട് സ്പൈസി വേണ്ട, കൊച്ചിന് കൊടുക്കാനുള്ള. ഉഫ്, വാത്സല്യം എങ്ങനെയുണ്ട്? ലിഫ്റ്റിക്കും കൂടെ ആകുമ്പോൾ നല്ല രുചി ഉണ്ടാവും. പാവം കൊച്ചിന് കൊടുക്കുക. എന്നപ്പാ സൂപ്പർ. അപ്പന ഭയങ്കര ഭക്ഷണം കഴിക്കാത്തതിന്റെ ഭയങ്കര വിഷമം കേട്ടോ. അവൻ കോണ് കഴിക്കുമല്ലേ? കസാര ആക്കി കൊടുത്തോണ്ടോ? അവൻ കോണ് കഴിക്കുമല്ലേടി? അവന് ഇനി ഇച്ചിരി ഇതും കൂടെ കൊടുത്തു നോക്കിയേ. മോനെ, ഇതേ ഇന്നലെ അപ്പൻ നീണ്ടിരിക്കുന്ന സാധനം മേടിച്ചു തന്നെ. ഇതാ മോനെ, ഇത് നീണ്ടിരിക്കുന്നത്. എന്തെല്ലാം നൂഡിൽസ് മേടിച്ചു കൊടുത്തില്ലേ? നോക്ക്, അത് കഴിക്കുവാൻ ഉറപ്പാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ കഴിക്കുന്നേ. ജീവിതത്തിൽ ഇന്നേ വരെ ഈ സാധനം കൊടുത്തില്ല കേട്ടോ. ഇന്നലെയാണ് യാദൃശ്യമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവനത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കഴിച്ചു തുടങ്ങിയതാ. സൂത്രം കാണുവനെ മൊത്തത്തില് അടിപൊളി. വേസ്റ്റ് അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, അവിടെ ഇട്ടു കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ നല്ല കിടിലൻ നൂഡിൽസ്. കൊടുക്കണ്ട, വെന്തിട്ടില്ല. എന്തോ കരകരപ്പുണ്ടോ? ഇത് മറ്റേതാടാ, ബേബി കോണാ. എന്ത് ബേബിയാണ്? ബേബി അല്ല തിന്നുന്നേ. സോറി, ഇത് സ്വീറ്റ് കോണാ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. 10 രൂപ കൊടുത്ത് മുസമ്പി മേടിച്ചു കേട്ടോ. അടിപൊളിയാന്നൊക്കെ അപ്പം പറയുന്നത്. പീറാ സബർജിൽ
ആരൊക്കെയോ പറഞ്ഞു അവൾക്ക് തെറ്റിയതാണ്, ഇത് സബർജില്ലല്ല, ഇതിന് വേറെ പേരുണ്ട്. ഇതെന്നാ ആ അങ്ങനെ വേണം, നല്ല ബുദ്ധിയുള്ള ആളായിരിക്കണം. എന്നാ കൊടുക്കട്ടെ ഒരു കുടി. എന്നാ കായാലും ഒരു ഇച്ചിരി താ, എന്തായാലും ആട്ടെ. സാറ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സാറ് ഇവിടെ നിരീക്ഷണം എല്ലാ സ്ഥലങ്ങളും. മൈക്കിളിന് മേടിച്ചെടുത്തൊരു കോണിൻ്റെ അത് പുഴു ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഞങ്ങൾ കളഞ്ഞു. ഭയങ്കര കാർച്ച. ലാസ്റ്റ് ഇപ്പം വേറെ ഒരെണ്ണം കൂടെ മേടിക്കും കേട്ടോ, അല്ല വേറെ രക്ഷയില്ല. ഭയങ്കര കാർച്ച ആണോ? പാവം ഭയങ്കര കരച്ചിലടി. ചവച്ചൊക്കെ കാണിക്കുക. മമ്മ കടിക്കുക. മമ്മ നിനക്ക് മമ്മമ്മ പറഞ്ഞിട്ടുണ്ട്. തരാം. ഇതേ മോനുള്ളതാ എടുക്കുന്നുണ്ട് കേട്ടോ. മോനുള്ള എടുക്കുന്നുണ്ട്. ആ കൊടുക്കടാ. ആ കൊടുക്കൂല, തരൂല. ഇത് അപ്പാപ്പി തിന്നുവാ മൈക്കിളിൽ. അപ്പാപ്പാ ചൂടാ കൊടുക്കാത്ത ചൂടാന്ന്. നോക്കൂ, ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട്. കാലിക്കറ്റ് അല്ലേ? എത്ര ദിവസം പരിപാടിയാ? 3-4 ദിവസം. ഗൈസ് നോക്കൂ, അപ്പോൾ ഇവര് 5 പേരുണ്ട്. 5 പേരെ ഞങ്ങൾ യാദൃശ്യമായിട്ട് കണ്ട കേട്ടോ. ഇവര് ചെറിയ ബസ് എടുത്ത് വന്നിട്ട് ഇത് നോക്കിയാൽ ഫുഡ് കഴിക്കുന്നുണ്ടോ? ബിരിയാണി ഇതുണ്ടോ ചെമ്പും കലമൊക്കെ ആയിട്ട്. ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ പരിപാടിയും നല്ല സെറ്റപ്പ് ആട്ടോ. ഇവര് പാക്കേജ് ആയിട്ട് എടുക്കുവാടാ. ഇവിടുന്ന് തന്നെ ആൾക്കാർ ഫുഡൊക്കെ. നമുക്കൊരു പ്രൈവറ്റ് ട്രാവലർ മേടിക്കും കേട്ടവനെ. എന്തിനാ? എന്നിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് ഇരുന്ന് കേട്ടോ. എല്ലാ ചെക്ക് പോസ്റ്റിലും നമ്മളെ പിടിക്കും. പ്രൈവറ്റ് ട്രാവലർ കുറവല്ലേ? 4 വർഷം മുമ്പേ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നിന്റെയോ? ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ സമയമായതുകൊണ്ട് പൂട്ടിയിട്ടാക്കുമായിരുന്നു. സാമൂഹിക അകലം സ്ഥാപിച്ചപ്പം ചവിട്ടാൻ പറ്റില്ലല്ലോ. ഇത് സാധനം പറക്കുന്നു നോക്കി. എന്ത് രസമല്ലേ അത്? ഗൈസ് അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നമ്മൾ വന്നപ്പോ ഇല്ലായിരുന്നു. ഇല്ലല്ലോ. ഫൈനലി ഞങ്ങൾ ഇവിടെ വണ്ടി ഒതുക്കി. അത്യാവശ്യം നമ്മള് വെള്ളത്തിൽ പോവാ. മൂറ്റലൊക്കെ ചുറ്റുകളാ, മൊത്തൊക്കെ നിറച്ചിരിക്കുക. എല്ലാം വൃത്തിയാട്ടെ. സൈക്കിൾ വേണോ? സൈക്കിളിൽ പോണോ? സൈക്കിളിൽ പോണോ? മൈക്കിളിലും പോണോ? ഗൈസ് നോക്കൂ, മമ്മി ഇവിടെ എത്തി. മമ്മിയുടെ ഒക്കെ മുഖത്ത് തൂത്തുളമ്മ മൊത്തം കോണിരിക്കുക. പപ്പയുടെ മുഖത്ത് തൂത്തുളഞ്ഞോ? പപ്പയ്ക്ക് എന്നായിട്ട് ശ്വാസം മുട്ടില്ല? പപ്പയ്ക്ക് തണുപ്പൊന്നും പറ്റില്ല കേട്ടോ. അപ്പന് തണുപ്പ് പറ്റൂല, ചൂട് പറ്റൂല, ഒന്നും പറ്റില്ല. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ബോട്ടിലേക്കാണ് പോകുന്നത്. നല്ല രസമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. എന്തോരം ബോട്ടാ പോകണമെന്ന് അറിയാമോ? ഇതൊക്കെ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 6 പേരെ ഉണ്ട്. പോവാ ഇബിയും മൈക്കിളും അമ്മയും നടന്നു വരുന്നു. തൊട്ടു ബേക്കിൽ തനതായ രീതിയിൽ കൊടൈക്കനാലിൽ പണ്ട് എങ്ങനെയാണോ ആൾക്കാർ തണുപ്പത്ത് നടന്നു വന്നു, അതേപോലെ ഷാളൊക്കെ വിരിച്ച് അപ്പം വരുന്നുണ്ട്. ഗൈസ് നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിൽ ലേക്കിൽ തിരക്കായിട്ടോ. നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. ഗൈസ് നോക്കൂ, ഇവിടെ ഇഷ്ടം പോലെ മണ്ണാർക്കാടൊക്കെ ഉണ്ടോ? ഹായ് പോകട്ടെ. ഗൈസ് നോക്കൂ, ഇഷ്ടം പോലെ മണ്ണാർക്കാടൊക്കെ ഉണ്ട്. ചേട്ടൻ എവിടെയാ? നിങ്ങൾ മണ്ണാർക്കാട എല്ലാവരും ഒരു ഗ്രൂപ്പാ? ഓക്കെ പോകട്ടെ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഫൈനലി ബോട്ടിങ്ങിന് പോവാം. ഇഷ്ടം പോലെ മലയാളീസിനെ അവിടെ നിന്ന് കണ്ടു. പോലെ പേരുണ്ട് കേട്ടോ. ഞങ്ങൾ എൻട്രൻസിന്റെ അവിടെ എത്തി. ഇവിടെ ടിക്കറ്റ് എടുത്ത് പോകേണ്ടത് കേട്ടോ. നമ്മള് ഇവിടെ ടിക്കറ്റ് എടുക്കാണ്ട് ഗൂഗിൾ പേ ഇല്ല, കാർഡ് ആൻഡ് ക്യാഷ്. ശ്രദ്ധിക്കണം, തിരിച്ചു പോകേണ്ടി വരും. ഞങ്ങളുടെ അവസ്ഥ ഉണ്ട്. ആ ചേട്ടൻ ചെയ്തു തരാം. ആ പുള്ളി ഒച്ച ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാടാ? അല്ലടാ, ഞങ്ങളെ നമ്മളെ ഇത് കണ്ടിട്ട് ആ ചേട്ടൻ അവിടെ സ്കാൻ ചെയ്ത് പൈസ തരാൻ ഫാമിലി ആയിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഒറ്റയ്ക്കാണ്. എല്ലാവരും കൂകി ഇവനും കൂകിയോ? അതുണ്ടോ സെക്ഷൻ ഉണ്ടോ? 4ന്റെ ഇവിടെ 2ന്റെ ഇവിടെ. ജാക്കറ്റ് എടുത്തോ. എല്ലാരും ഇവിടുന്ന് ജാക്കറ്റ് ഇടണം. മൈക്കിളിനില്ലല്ലോ? മൈക്കിളിനെ പിടിക്കണേ. ഇതിങ്ങനെ ഇട്ടാൽ മതി. പപ്പ ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി. പപ്പ ഒന്നും വേണ്ട. പപ്പ ഇതിങ്ങനെ എടുക്കുക. ഇതേ ചുണ്ടാൻ വേണ്ടി അങ്ങോട്ട് ഇട്. ഇത് ഇവിടെ വലിച്ചു വെക്ക്. അമ്മയ്ക്ക് ഇട്ട് കൊടുത്തോടി. അമ്മയ്ക്ക് ഇട്ട് കൊടുത്തോ. അത് മതി അമ്മ. ഒരെണ്ണം മതി. നമ്മക്കില്ല കേട്ടോ. ലിബിനിട്ട് കൊടുക്കട്ടെ. രണ്ടു ആശാൻ ആവേശം തുടങ്ങി. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബോട്ടെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ. ഫ്രണ്ടിലേക്ക് ഇരുന്നോ? അപ്പൊ വണ്ടി പോരുന്ന കേട്ടോ മൈക്കിൾ പറഞ്ഞ. അടിപൊളി. എല്ലാം സ്കാൻ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ എന്താ ID കാർഡും സ്കാൻ ചെയ്തു കേട്ടോ. മൈക്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് വെള്ളത്തിലല്ലേ ബോട്ട് എന്നുള്ള പോലെ. ഇവിടെ ഇരുത്തലല്ലേ അതിനാ? എന്റെ മുഖത്തെ സന്തോഷം നോക്കിയേ, മൈക്കിളിന്റെ സന്തോഷം നോക്കിയേ. നിങ്ങൾ ആരും കാണാതെ പോകരുത് ആ സന്തോഷം. ബോട്ടും കൂട്ടിയിടി.
ട്രാഫിക് ഇപ്പം പോയാൻ അപ്പന്റെ ഷാളൊക്കെ അന്തമാരുതി കൊടുക്കാതെ അതിനാ അന്തമാരി ഇടാതെ അതിനാ അത് ബോട്ട് കൊണ്ടിടും. എന്നാ തിരക്കാടാ. 20 മിനിറ്റ് കേട്ടോ. 20 മിനിറ്റ് 20 മിനിറ്റിന് 450 രൂപ. ഭയങ്കര പൈസ കുറവാ. അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര പൈസ കിട്ടും. നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലുള്ള ടൂറിസ്റ്റ് പ്ലേസിന് ഇത്ര പൈസ കുറവ്. അതിനടാ അതെന്ന് വെച്ചാൽ പറ്റീരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവനെ. ഡാറ്റ് എല്ലാ കാര്യം മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പറ്റീരല്ലേ അവനെ. ഞങ്ങൾ അങ്ങനെ ഫൈനലി ബോട്ടിൽ കയറി. പുള്ളിക്കാരൻ തുഴഞ്ഞോണ്ടിരിക്കും കേട്ടോ. ഇത് എത്ര മിനിറ്റ്? 20 മിനിറ്റോ? 20 മിനിറ്റിനാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് നേരത്തെ പറയുവാണെങ്കിൽ നമുക്ക് നേരത്തെ കയറി പോകാം. ഈ സമയത്ത് വന്നാലാണ് നമുക്ക് ഇത്ര നന്നായിട്ട് പോകാൻ വേണ്ടി പറ്റും. അതിന്റെ ഒരു സന്തോഷം നോക്കിയടി. അതിന്റെ ഒരു മഴ പെയ്യാതുള്ളൊരു എടി വെള്ളത്തിൽ കൂടെ പോകുമ്പോ അതിന്റെ സന്തോഷം നോക്കടി. അതുപോലെ എന്റെ മോന്റെ പാൽ പുഞ്ചിരിയും അടിപൊളി വൈബാണ് ഗൈസ്. ആണോ ബൈഷ്? ഞങ്ങളെ കഞ്ചാവെന്ന് വിളിക്കുന്ന കൊടുത്ത് അബ്രാമിനെ കൂടെ വിളിച്ചോ കേട്ടോ. വൈബ് പറയുന്നുണ്ട്. ഞങ്ങളെ മാത്രം വിളിച്ചാൽ പോരാ അല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഈ കാണുന്ന ബോട്ട് ചട്ടിയിൽ നിന്നാണ് നമ്മൾ വണ്ടി ഇപ്പം പോകുന്നത്. ഇത് തമിഴ്നാട് TTDC. നമ്മുടെ നാട്ടിലെ KTDC എന്ന് പറയുന്നല്ലേ TTDC. കയറ്റിയിടാം എന്ത് സാധനം ഉണ്ടെങ്കിലും അല്ലേ? ഗൈസ് നോക്കൂ, നമ്മൾ ഫൈനലി പോവാണ്. സാധാരണ ഇങ്ങനെ ചവിട്ടുന്ന പെടലുള്ള സാധനം കിട്ടും. അത് ഭയങ്കര പണിയാട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബോട്ടിലാണ് സഞ്ചരിക്കുന്നത്. കുറെ നേരം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് അങ്ങ് അവിടെ എവിടെയൊക്കെയോ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഡെസ്റ്റിനേഷൻ അല്ല മോനെ, ഡെസ്റ്റിനേഷൻ 2-3 സ്ഥലമുണ്ട്. ടെൻഡൻസ് എന്ന് പറയുന്ന ഭാഗ്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാറില്ല. ഒരു ചെറിയ തിരിച്ചു വരും. അമ്മ കയ്യൊക്കെ കിട്ടി. മൈക്കിളിന് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. ഇവനെ എന്ത് കാണിച്ചാൽ ഞാൻ കയ്യിൽ നിന്ന് വിടൂല. വെള്ളത്തിന് ഭയങ്കര ആക്രാന്തമുള്ള വെള്ളത്തിലുള്ള ഭയങ്കര ആക്രാന്തമുള്ള ഇറക്കണം. അതുകൊണ്ട് ഭയങ്കര സൂക്ഷിക്കണം. എൻ്റെ ദൈവമേ, തിരക്ക് നോക്കിയേ, എന്നാ തിരക്കാ. ഗവൺമെന്റിനല്ലേ അപ്പാ, എന്നാ തിരക്കാന്ന് നോക്കിയേ. അത്ര ഒന്നും ഉണ്ടാവൂടാ. ചെറിയൊരു തുക കിട്ടും. അത് ഇതിന്റെ വികസനത്തിന് വേണ്ടി അവര് ഉപയോഗപ്പെടുത്തുമല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലെ പോകുന്നുണ്ട്. മൈക്കിളാണ് കൈയടിക്കും മൈക്കിളെ. അമ്പോ മമ്മിയോട് കൈയടിക്കാൻ മൈക്കിളെ. സന്തോഷമായോ? ഓ മൈക്കിൾ സന്തോഷമായിട്ടോ. തണുപ്പുണ്ട് വെള്ളത്തിൽ. നമുക്കൊരു ദിവസം നല്ല ഹോട്ടൽ എടുത്താൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങട്ടെ മൈക്കിളെ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത് നോക്കണം. അതിനാ അവിടെ ഗൈഡിന്റെ മറ്റേ സാധനമൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റേ ചെറിയ മറ്റേ ഇതൊക്കെ ഉണ്ടാവും. കിഡ്സിന്റെ മറ്റേ പൂളുണ്ടോ നോക്കിയിട്ട് അവിടെ എടുക്കാം. കിഡ്സിന്റെ പൂളുള്ള സ്ഥലങ്ങളിൽ അപ്പന് നീന്താ അറിയാം കേട്ടോ. ഇതിന്റെ അകത്ത് ഏറ്റവും നന്നായിട്ട് നീന്താ അറിയുന്ന അപ്പൻ. നിനക്കോ? അമ്മയ്ക്ക് പറ്റൂല. എനിക്കറിയത്തില്ല. കൈയിട്ടടിച്ച് കയറി വരുന്നല്ലാതെ. പുള്ളിനെ സമ്മതിക്കണം കേട്ടോ. 20 മിനിറ്റ് ഈ സാധനം തുഴയാന്ന് വെച്ചാൽ ചില്ലറ പണിയൊന്നും അല്ലല്ലോടാ. ഞങ്ങൾ എല്ലാരും 3-3-3-3-3 കേട്ടോ. 3-3 ഇവിടെ എവിടെയെങ്ങാനും ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ ഈ ഒരു സ്ഥലത്ത്. അവിടെ എവിടെയെങ്ങാനും ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. മൈക്കിളിന് ഭയങ്കര സന്തോഷമായി തോന്നുന്നു കേട്ടോ. അല്ലേടാ? എന്താണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? മൈക്കിളല്ലേ? എന്തുകൊണ്ടാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പപ്പേ ഒരു 1 മേടിച്ചു തരട്ടെ. പപ്പയ്ക്ക് ഇന്നലെ വൈൻ മേടിച്ചു കൊടുത്തോട്ടോ. എന്റെ എല്ലാരും പറ്റിച്ചു. ക്ലൈമാക്സ് അങ്ങോട്ട് പിടിക്കും. ക്ലൈമാക്സ് അല്ല, ഇവിടുത്തെ ക്ലൈമറ്റ്. ഇതെന്നാ ക്ലൈമാക്സ്? എന്നാ ചെയ്യാൻ കോമഡി കേസ്. അപ്പനും വിദ്യാഭ്യാസം ഇല്ല. ഈ കോട്ട് ഇട്ടില്ലെങ്കിൽ ഈ കോട്ടിൽ ഒരാളെ വഴക്ക് പറഞ്ഞോ. ഈ ലൈഫ് ജാക്കറ്റ് എപ്പോഴും നമ്മൾ ഇതേപോലെ സംഭവത്തിൽ നടക്കാൻ കിട്ടണം. സേഫ്റ്റിയാ. വെള്ളത്തിൽ പൊങ്കെടുക്കും. ഈ ബോട്ടുകാരോട് അവരുണ്ടല്ലോ പിന്നെ ഇത് ഇടാത്തതുകൊണ്ട് വഴക്ക് പറഞ്ഞു കേട്ടോ. ഇത് ഒരുത്തിനൊക്കെ നോക്കിയേ അത്തേൽ ഇരിക്കുക. ഇത് നോക്കിയേ അത്തേൽ ഇരിക്കുന്ന നോക്കിയേ. അടിപൊളി. ജാക്കറ്റിന്റെ മേളിൽ ഇരിക്കുക. എന്ത് നീന്തലാണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇത് ജാക്കറ്റിന്റെ മേളിൽ ഇരിക്കുന്നു. വഴക്ക് പറയുന്നു. എങ്ങനെ ഉണ്ടെന്ന് നോക്കി. അനുസരിക്കാൻ ഭയങ്കര പാടാട്ടോ ഇവർക്ക് എല്ലാ കാര്യങ്ങളും. ഇവിടെ ഐസ്ക്രീം കച്ചവടക്കാര് അതുപോലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും ഉണ്ട്. ഇതേ കൈവൊക്കെ കാണിക്കുന്നു മൈക്കിളെ. കൈവൊക്കെ കാണിക്കുക. അല്ല അവൻ സ്വന്തം കൈവൊക്കെ കാണിച്ചാ. മാനെ മൈക്കിളെ എന്നെ പരിപാടി എന്നാ തമ്പി.
പുള്ളിയോട്ടോ പുള്ളീനെ നേരത്തെ പേടിപ്പിച്ചു പുള്ളിനെ പേടിപ്പിച്ചു എന്നും പറഞ്ഞു. ഐസ് വേണം ആർക്കെങ്കിലും? എല്ലാവർക്കും ടാറ്റ കൊടുപ്പാട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ ബോട്ടുകളുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറൊരു കേസ് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് നല്ലതായിരുന്നെങ്കിൽ കളം മാറിയാനട്ടോ. പക്ഷെ ക്ലൈമറ്റ് നല്ലതല്ല. അതുകൊണ്ട് പിന്നെ സംഭവം എന്തിനാ കൈയടിച്ചേ? ആ ഗൈസ് നോക്കൂ, ടാറ്റ ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ പോ. ടാറ്റ കൊടുത്തോ? ആ ടാറ്റ കൊടുത്ത കേട്ടോ. എന്തോരം ബോട്ടുകളാന്ന് നോക്കിയേ, എന്തോരം ആളാ ഇപ്പൊ അൺസീസണില്. സീസൺ ആകുമ്പോ ഇങ്ങോട്ട് വരാൻ പറ്റൂല. അതിനടാ അമ്മാതിരി തിരക്കായി. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നോക്കിയേ, ഇവിടെയൊക്കെ നോക്കിയേ, ഓരോ പ്രോപ്പർട്ടികൾ നിൽക്കുന്ന നോക്കിയേ, എന്ത് രസം നോക്കിയേ. പറയാൻ വേണ്ടി പറയാൻ സമ്മതിക്കുന്നു. ആരാ അപ്പൻ പറയൂ. ഇപ്പം പണ്ടത്തെ പോലല്ല, ഇപ്പം ജീവിതം കുറച്ചൊക്കെ ആസ്വദിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അപ്പനൊക്കെ വീട്ടിലിട്ട് അമ്മേനെ ഇടിച്ചായിരുന്നു എന്റർടൈൻമെന്റിന് വേണ്ടി അമ്മയുടെ മുതുകത്തിടിക്കുക. അമ്മയുടെ നാട്ടിൽ സത്യല്ലേ? സീസൺ അമ്മയ്ക്ക് അറിയാന്നല്ലേ, മഴയുള്ളപ്പോഴും മഴയില്ലാത്ത പാവം. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ അല്ലേ മൈക്കിളെ? ഇടി അപ്പൊ ഇല്ലപ്പനാ മോനെ ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളെല്ലാം കാണാനുണ്ട്. കഴിഞ്ഞ ദിവസം ആരെയും മുടിക്ക് പിടിച്ചു, കടിച്ചു, അടിച്ചു. മുഖം നോക്കിയേ, മുഖം നോക്കിയേ. നിന്നെ അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. പാവം ഞാൻ പിന്നെ 1.5 വയസ്സിനിടയിൽ ആദ്യമായിട്ടാണ് നെറ്റ് പൊട്ടിയത് കേട്ടോ. ഭയങ്കര കഷ്ടമായിപ്പോയി. തമിഴ്നാട്ടിലെ ഓരോ വണ്ടികൾ പോകുന്ന നോക്കിയേ, കളറും സംവിധാനം ഒക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിലും തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നത് കേട്ടോ. എങ്ങനെയാന്ന് അറിയത്തില്ല. 22,000 എത്ര? 22,000 എന്നാ റൂമിന്. ഈ ഹോട്ടലിൽ ഒരു 21,000 രൂപ കൊടുത്താൽ കിടക്കും. അത് കിടക്കും. ഇത് നമ്മള് കിടക്കുന്നിടത്ത് 4 ഹോട്ടലായാലും ഈ 4 കട്ടിലും ഞങ്ങളെ അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് കൊണ്ടുവിട്ടു. 20 മിനിറ്റ് ഒന്നും ഇല്ല കേട്ടോ. 10 മിനിറ്റ് ആക്കണോടി. 10 മിനിറ്റ് ആക്കണോ? 20 മിനിറ്റ്. പിന്നെ 25 മിനിറ്റ്. മൈക്കിൾ അമ്മ കാണിക്കുന്നല്ല ശ്വാസം എടുത്തു വിടുന്ന പരിപാടിയാ. എന്നാ അപ്പന അതാ മാറിപ്പോയത്. ഫൈനലി എന്തായാലും ഞങ്ങളെ ഫൈനൽ ഫിനിഷിംഗ് ബോട്ടിൽ ഫിനിഷിംഗ് സ്ഥലത്ത് കൊണ്ടുവിടാൻ ഫിനിഷിംഗ് പോയിന്റ് കൊണ്ടുവിടാൻ വേണ്ടി പോകട്ടോ. ഫൈനലി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ സ്ഥലത്തെത്തി. കുതിര കയറണോ? കുതിര പോയി, കയ്യിന്ന് പോയി. എന്നാ പിടിച്ചോ. കുതിര കയറണോ? അഭിരാമി വേണ്ടടി, നിനക്കൊന്ന് നടുവേനയൊക്കെ ഉള്ള നടുവിളക്കും. ബാബാ മമ്മി ഓടി കയറുവാണ്. തണുപ്പ് കയറണോ? എന്ന് ഇക്കരെ വരൂല്ലോ കേട്ടോ. അത് അക്കരെ ഇപ്പൊ ഇക്കരെ വരൂല്ലോ ആളെ. വാ വരാൻ അങ്ങോട്ടേ അല്ലേ. എടാ ഇങ്ങോട്ട് പാടാ. മൈക്കിളെ. എടാ ഇത് വന്നടി. വരികല്ല. പണി പാളി. മൈക്കിള് തിരിച്ചു പോവാ കേട്ടോ. മൈക്കിൾ പോവാ. മൈക്കിളെ വാ വരാൻ. ഇവിടെ വാ. വീഡിയോ ചെയ്ത മാർക്കറ്റ് ഇതിങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നെ, ഇതിവിടെ അങ്ങ് മേള് വരെ ഉണ്ട് കേട്ടോ. അത് ഹോസ്പിറ്റലടാ, അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇവിടുന്ന് അങ്ങ് മേള് വരെ ഇഷ്ടം പോലെ ജിലേബി, ചെരുപ്പ്, ഇന്ന് മാർക്കറ്റ് ദിവസം കേട്ടോ. മാങ്ങ ഇതുണ്ടല്ലോ, ഒരു ഫുഡ് സ്ട്രീറ്റ് ഏരിയ കേട്ടോ. രാത്രി ആവണം. ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചോണ്ടിരുന്നത്. ഗൈസ്, ഈ കൊടൈക്കനാലിൽ ഞങ്ങൾ പണ്ട് പെട്ട് കിടന്നപ്പോ നല്ല സാധനങ്ങളുണ്ട്. ഇവിടെ നിർത്തി അല്ല, പെട്ട് കിടന്നപ്പം ഇവിടെയാണ് നമ്മൾ കുഷ്കയും അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു. വട വേണോ? എന്റെ ലിബിനെ എല്ലാം ഫുഡ് സ്ട്രീറ്റ് ഏരിയ. രാത്രിയാണ് എന്റെ പൊന്നു കുഞ്ഞുമോനെ, രാത്രിയിലെ ഇത് റെഡി ആവുള്ളൂ. നോക്കിയാ പള്ളി നോക്കിയേ. എന്റെ പൊന്ന് എന്ത് രസമാ, എന്ത് രസമാടാ പള്ളി കാണാൻ. ലിബിനെ വരുന്നുണ്ടോ കൂട്ടാ? വാ അപ്പം വരുന്നുണ്ടോ? ഇതൊരു അപ്പയുണ്ടോ കേട്ടോ. അപ്പാ വരുന്നുണ്ടോ മനി? ഗൈസ് നോക്കൂ, നമ്മളുണ്ടല്ലോ
ഫൈനലി ആ പള്ളിയുടെ തൊട്ടടുത്തെത്തി. ഇതാണ് നമ്മൾ അവിടെ നിന്ന് പള്ളി കേട്ടോ. ഗൈസ് നോക്കൂ, നല്ല എന്ത് ഭംഗിയല്ലേ. എന്റെ പൊന്ന്, ഇതാ പറയുന്ന ഒരു പാട്ടുണ്ട്, ആകാശം മാറും. ഇനി നോയിസ് ക്യാൻസലേഷൻ നമുക്ക് പിടിച്ചു നോക്കാം. ആണോ? എന്റെ പച്ച എത്തിയോ? നിന്റെ പച്ച എത്തി. നീലയാണോ പച്ചയാണോ? ഇപ്പൊ നീല, നേരത്തെ പച്ച എത്തിയായിരുന്നു. അയ്യോ, ഇപ്പോഴോ? ഇപ്പം പച്ച എത്തിയോ? ഗൈസ് ഞങ്ങളിപ്പോ നോയിസ് ക്യാൻസലേഷൻ ഇട്ടു കേട്ടോ. നോയിസ് ക്യാൻസലേഷൻ ഇട്ട് വീഡിയോ പിടിക്കുകയാണ്. എങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. ഗൈസ് എന്തൊരു രസം നോക്കി ഈ ഒരു സംഭവം കാണാൻ വേണ്ടി. തട്ടായിട്ട് വീടുകൾ, എന്തു രസമാണ്. അതേ കോട നോക്കിയേ, എൻ്റെ പൊന്നെ. അവിടെ എന്തോ പരിപാടി നടപ്പുണ്ട് കേട്ടോ. അവിടെ എന്തോ പരിപാടി നടപ്പുണ്ട്. ഇത് നോക്കിയാൽ ലിവിനെ ഇങ്ങോട്ടൊക്കെ നോക്കി എന്ത് രസം നോക്കിയോട്ടോ ലിവിനെ. എന്ത് രസം. കോട ഇങ്ങനെ മിറ്റുകൾ കൊണ്ട് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. നല്ല കിടിലൻ സ്ഥലം അല്ലേടാ ലിബിയ? അതെ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ടാങ്കുകൾ ഒരു കമ്പനിയുടെ ടാങ്ക് കേട്ടോ, വെള്ള ടാങ്കുകൾ. അതെന്നാ? അത് എല്ലാത്തിലും മഞ്ഞ എഴുതി വെച്ചാക്കുന്നു. എന്നാ ഇവിടെ കർത്താവിന്റെ അതമ്മ അൽഫോൻസ് അതാരാമേ? അതല്ല, അത് അവിടെ പ്രാർത്ഥിക്കുന്ന ആരാ? അൽഫോൻസാമനെ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല. വെള്ളാകാശം, താഴത്ത് നോക്കിയാൽ പച്ച പരവതാനി വിരിച്ച ഭൂമി, അതിൽ കൂടി ഈ വെളുത്ത മഞ്ഞുകൾ ഇങ്ങനെ 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 നീങ്ങി പോകുന്നു. കൊച്ചിനെ തന്നെ മടുത്തു. നിർത്തടി. എന്റെ അപ്പൻ ഇതിൽ ഇറങ്ങി ഇതിലേ ഓടി കേട്ടോ. എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഗൈസ് നോക്കൂ, പപ്പ അങ്ങോട്ട് പള്ളിയേക്ക്. ഇവിടെയൊക്കെ നല്ല കിടിലൻ വീടുകളും ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇതൊക്കെ വഴികളാ. എന്ത് സെറ്റപ്പാ അല്ലേ. ഫൈനലി ഞങ്ങള് ഹോട്ടലിലെത്തി. മൈക്കിൾ പോന്ന് നോക്കിയേ, ഇവിടുന്ന് കേട്ടോ മൈക്കിൾ വീണേ. അപ്പം ഭയങ്കര മര്യാദ. എന്തൊരു മര്യാദയാ. ലിവി അടച്ചോ നോക്കിയായിരുന്നോ? വണ്ടി അടച്ചിട്ടെ. അടച്ചിട്ടാ എങ്ക പോകും. ഭയങ്കര മര്യാദ. ഇല്ല, ഇതാ അല്ലേ, കണ്ടിതാ.